ഹായ്, അപ്പം നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് അജ്വ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. അപ്പം അജ്വ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരും കൊച്ചിയിലൊക്കെയുള്ള ബിരിയാണിയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റാർട്ടിംഗ് പ്ലേസാണ് നമ്മുടെ തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്തെ അജ്വ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ അജ്വ ബിരിയാണി ഉള്ളത്. ഇവിടെ മെയിനായിട്ട് ചിക്കൻ, മട്ടൺ, ബീഫ്, ഫിഷ് ആയിട്ട് ബിരിയാണീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ സൈഡിലേക്ക് വരുമ്പം ഉള്ള ചിക്കൻ ലഗൂണാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ബ്രോയിലറാണ് വരുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം നമുക്കിന്ന് ബിരിയാണി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളിപ്പം അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ശരിക്കും അജ്വ ബിരിയാണി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ദം പൊട്ടുമ്പോൾ പൊട്ടാ സൂക്ഷിക്കുന്നത് ഒരു പതിറ്റാട്ടിൻ്റെ രുചി പാരമ്പര്യം എന്നാണ് ഇവരുടെ ഒരു ആഡിൽ തന്നെ പറയുന്നത്. പിന്നെ അവരുടെ മെനു എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ട്, സിംഗിള്, ഫുള്ള്, മട്ടൻ ബിരിയാണി, ബീഫ്, വെജിറ്റബിൾ, ഫിഷ് ബിരിയാണി, ബിരിയാണി റൈസ്, ചിക്കൻ, പിന്നെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈസ് ഉണ്ട്. സ്പെഷ്യൽ ബിരിയാണി എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രാ റൈസും പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് അവരുടെ സ്പെഷ്യൽ ബിരിയാണി. പിന്നെ ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇവരുടെ ഈ ഒരു അച്ചാറാണ്. നല്ല എരിവുള്ള കാന്താരി മുളകൊക്കെ ഇട്ടൊരു നല്ല കിട്ടിക്കാച്ചി അച്ചാറാണ്. നമുക്കവിടെ ടേബിളിൽ തന്നെ ഉണ്ടാവും. ഏത് അജ്വ ബിരിയാണി അജ്വയിൽ പോയാലും അവിടെ ടേബിളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞാൻ രാത്രി ടൈമിലാണ് പോയത്. അപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ ആൾക്കാർ വരുന്നുണ്ട്, പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇവിടെ അധികം റഷൊന്നും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം ഇതെങ്ങനെയുണ്ടെന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തെ ബിരിയാണി നമ്മുടെ കണ്ണൂരും ഒക്കെയുള്ള ബിരിയാണി എങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെയിനായിട്ടൊരു ഐഡിയ ആയിരുന്നു. അപ്പം ശരിക്കും ബിരിയാണിയുടെ മസാല കാര്യങ്ങളൊക്കെ ഒന്നും വ്യത്യാസമില്ല, പക്ഷേ ചിക്കൻ വ്യത്യാസമുണ്ട്. നമ്മുടെ കണ്ണൂരിൽ ലഗൂണാണെങ്കിൽ ഇവിടെ ബ്രോയിലറാണ് വരുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അത് ശരിക്കും നല്ലൊരു വ്യത്യാസം തന്നെയാണ്. നമുക്ക് കണ്ണൂരുകാർക്കൊക്കെ ശരിക്കും ഇപ്പം ലഗൂൺ ബിരിയാണി ഇഷ്ടമുള്ളൂ, ബ്രോയിലർ അത്ര ഒരു താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു മെയിനായിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവർ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ബിരിയാണി തന്നെയാണ് നമ്മുടെ അജ്വ ബിരിയാണി. അപ്പം കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റ് റോഡിൽ ഒരു 500 മീറ്റർ പോയി കഴിയുമ്പം ആണ് നമുക്ക് ഈ